ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂൺ 25, അക്വിറ്റൈനയിലെ വിശുദ്ധ പ്രോസ്പറിന്റെ തിരുനാൾ. ഫ്രാൻസിലെ അക്വിറ്റൈനിൽ ജനിച്ച പ്രോസ്പർ വ്യാകരണ പഠനത്തിനു ശേഷം പ്രൊവിൻസിലേക്ക് പോയി. പോയിറ്റിയേഴ്സിലെ വിശുദ്ധ ഹിലാരിയോടൊപ്പം അൽമായ വിശ്വാസി മാത്രമായിരുന്ന പ്രോസ്പറും ചേർന്ന് അഗസ്റ്റീനിയൻ സിദ്ധാന്തത്തെ അഥവാ തിരുസഭാ തത്വത്തെ നീതീകരിച്ചു. മാർസേ നഗരത്തിന് സമീപമുള്ള ചില വൈദികരുടെ ചിന്താഗതി പ്രോസ്പർ വിശുദ്ധ അഗസ്റ്റിനെ അറിയിച്ചു. അഗസ്റ്റിൻ 428-ലും 429-ലുമായി 2 ഗ്രന്ഥങ്ങൾ എഴുതിയെങ്കിലും അബദ്ധവാദികളുടെ ഹൃദയത്തിന് മാറ്റം വന്നില്ല. പ്രോസ്പറും ഹിലാരിയും കൂടി റോമ മാർപ്പാപ്പ സെലസ്റ്റിനെ കണ്ട് ഒരു തീരുമാനം വാങ്ങിച്ചു. അപ്പോഴേക്കും അഗസ്റ്റിൻ ദിവംഗതനായി. മാർപ്പാപ്പയുടെ തീരുമാനവും അബദ്ധ സിദ്ധാന്തക്കാർക്ക് പൂർണ്ണ സംതൃപ്തി വരുത്തിയില്ല. പ്രോസ്പർ കൃതജ്ഞർ എന്ന ഒരു സുന്ദര കാവ്യം എഴുതി. ദൈവവരപ്രസാദം ലഭിച്ചിട്ടും അത് അംഗീകരിക്കാത്ത കൃതജ്ഞരെ പറ്റി ആണ്. അതായത് പെലാജിയൻ പാഷാണ്ഡതയും സെമി പെലാജിയൻ പാഷാണ്ഡതയും പരാജയപ്പെടുത്തിയത് പ്രോസ്പറസ് ആണെന്നാണ് പൗരസ്ത്യ ശീശ്മയുടെ നായകനായ ഫോഷിയസ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ദൈവ അനുഗ്രഹം കൂടാതെ രക്ഷയ്ക്ക് വേണ്ട യാതൊന്നും നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. അതിനുതകുന്ന ഒരു സചിന്ത പോലും നമുക്ക് ഉണ്ടാകയില്ലെന്ന തിരുസഭാ പഠനം ദൃഢമാക്കിയത് വിശുദ്ധ പ്രോസ്പർ തന്നെയാണ്. വിശുദ്ധ പ്രോസ്പറെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.